എക്സലിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എക്സലിലെ ഒരു സെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന നമ്പറുകളുടെ എണ്ണം. അതെങ്ങനെ പരിഹരിക്കാം? നോർമലി ഒരു എക്സൽ ഫയലിൽ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 11 നമ്പറുകൾ മാത്രമേ ഇത്തരത്തിൽ കൃത്യമായി വ്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് 12 നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, നോക്കൂ, ആ നമ്പേഴ്സ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനെന്ത് ചെയ്താൽ മതി? രണ്ട് വഴിയിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിയർ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ്? ആ സെല്ലൊന്ന് സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ഫോർമാറ്റ് നമ്പറിലേക്ക് മാറ്റുന്നു, അതിലെ ഡെസിമൽ ഡിക്രീസ് എന്ന ഓപ്ഷൻ വഴി അവസാനത്തെ 0 കളയുന്നു. ഇനി ഇത് തന്നെ വേറെ ഒരു മെത്തേഡ് കൂടി യൂസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? ആ സെല്ലിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് സെൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, അതിൽ നമ്പർ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഡെസിമൽ പ്ലേസസ് 0 ആക്കി മാറ്റുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ 12 ഡിജിറ്റും കാണാൻ കഴിയുന്നുണ്ട്. ഇനി ആ 12 എന്നുള്ളത് ഞാൻ 15 വരെ ആക്കാൻ പോവുകയാണ്. 13 14 15. ഓക്കെ, 15 കാണാൻ കഴിയുന്നുണ്ട്. അതായത് 15 ഡിജിറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് ഒരു 16 ആക്കാൻ പോവുകയാണ്. 16 ഡിജിറ്റ് ആക്കാൻ പോവുകയാണ്. എന്ത് സംഭവിക്കും നോക്കാം. നോക്കൂ, 16 6 എന്നൊരു നമ്പർ ഞാൻ 16ാമതായിട്ട് എൻ്റർ ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി 0 ആയി മാറി. ഇനി ഞാൻ 2-3 നമ്പർ കൂടി എൻ്റർ ചെയ്യാൻ പോവുകയാണ്. എന്ത് സംഭവിക്കുന്നു? 15-ന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും 0 ആയി മാറി ഓട്ടോമാറ്റിക്. ഇത്തരത്തിലുള്ള പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അതിനായി സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റർ കീയുടെ തൊട്ട് അടുത്തുള്ള സിംഗിൾ കോട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് ആവശ്യമായ എത്ര നമ്പർ വേണമെങ്കിലും എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. നോക്കൂ, അത്രയും നമ്പേഴ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഇനി ആ സെല്ലിലെ ഈ ഒരു സിമ്പൽ കളയണമെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു, ഇഗ്നോർ എറർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ആ സെല്ലിൽ നിന്നും ആ സിമ്പൽ പോയതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് എക്സലിൽ ഒരു സെല്ലിൽ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. താങ്ക്